Here I am going to explain some important questions from the topic units and measurements. First one, figure below shows parallax method to measure the distance d of a planet S from the Earth. Mark the parallax angle theta in the figure. Explain how the distance d can be measured. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ എസ് ഇസ് എ പ്ലാനറ്റ്, എ ആൻഡ് ബി ആർ ദ 2 points ഓൺ ദ എർത്ത്. പാരലാക്സ് മെത്തേഡ് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. അപ്പോൾ മാർക്ക് ദ ഫിഗർ. അപ്പോൾ ഇതിൽ ആംഗിൾ ആദ്യത്തെ ഫിഗറിൽ ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഈ ആംഗിൾ വരച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതാണ് അതിൽ ഫസ്റ്റ് പാർട്ട് ചോദിക്കുന്നത്. ദെൻ മാർക്ക് ദ ആംഗിൾ തീറ്റ. ദെൻ ഹൗ ടു മെഷർ ദ ഡിസ്റ്റൻസ് ഡി. വി നോ ദ ആംഗിൾ. നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ്. ആംഗിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു arc length divided by radius. Here arc length b and the radius d. So here the angle theta is equal to b divided by d. നമുക്ക് മെഷർ ചെയ്യേണ്ടത് d ആണ്. So d is equal to b divided by theta. ഇത്രയാണ് അതിന്റെ ആൻസർ. ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ആംഗിൾ ഇല്ലാതെ തന്നിട്ടുണ്ടോ? ആംഗിളും കൂടെ വരയ്ക്കുക, 1 മാർക്ക്. Then angle theta is b by d. So d is equal to b divided by theta. Then the second question, check whether the equation mv square is equal to mgh is correct. Check whether the equation mv square equal to mgh correct. Here m mass, v velocity, g acceleration due to gravity and h height. അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് by the principle of homogeneity ആണ്. പ്രിൻസിപ്പൽ ഓഫ് ഹോമോജീനിറ്റി പ്രകാരം ഒരു ഇക്വേഷൻ കിട്ടിയാൽ അതിൻ്റെ റൈറ്റ് സൈഡിൻ്റെ ഡയമെൻഷനും ലെഫ്റ്റ് സൈഡിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആണെങ്കിൽ ആ ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കും. ഇൻ എ കറക്റ്റ് ഫിസിക്കൽ റിലേഷൻ ദ ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് ഷുഡ് ബി ഈക്വൽ ടു ദ ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ്. അപ്പോൾ നമുക്ക് എൽ എച്ച് എസിൻ്റെ ഡയമെൻഷൻ നോക്കാം. ദ ഡയമെൻഷൻ ഓഫ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ദാറ്റ് ഈസ് ഈക്വൽ ഹിയർ എം വി സ്ക്വയർ. ദ ഡയമെൻഷൻ ഓഫ് എം എം. ദ ഡയമെൻഷൻ ഓഫ് വി സ്ക്വയർ എൽ ടി റൈസ് ടു മൈനസ് 1. L t raised to minus 1 the square. So that is equal to m L square t raised to minus 2. Then the dimension of RHS. The dimension of RHS here m g h. That is the m the dimension capital M, g L t raised to minus 2, then h again n. But that is equal to m L square t raised to minus 2. Then check the dimension of LHS and RHS. Both are equal. So here the dimension of left hand side is equal to the dimension of right hand side. So the equation is dimensionally correct. ഇപ്പോൾ ഡയമെൻഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റൂ. ഈ ഇക്വേഷനിൽ ശരിക്കും ഇവിടെ ഒരു ഹാഫ് വേണം എന്നുള്ള കാര്യം നമുക്കറിയാം. ഹാഫ് എം വി സ്ക്വയർ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ്, എം ജി എച്ച് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ്. Okay, then the third question. The length of two bodies are measured by the meter scale, and they are L1 is equal to 20 plus or minus 0.5 centimeter, and L2 is equal to 15 plus or minus 0.2 centimeter. Calculate sum of these two lengths and also calculate the difference between these two lengths. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ രണ്ട് മെഷർമെന്റ്സ് തന്നിട്ടുണ്ട്. ഈ രണ്ട് മെഷർമെന്റിന്റെ സമ്മും ഡിഫറൻസും ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ നമുക്ക് സമ്മ് കാണാം. സമ്മ് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് രണ്ട് ക്വാണ്ടിറ്റി ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന ഈ സംഭവമാണ് അതിന്റെ മെഷർമെന്റ്. ദെൻ ഈ പറയുന്നതിന്റെ എററാണ്. എറർ ഇൻ ദ മെഷർമെന്റ് ആണ് ഈ തന്നിരിക്കുന്നത്. പ്ലസ് ഓർ മൈനസ് എറർ ആണ് തരുന്നത്. അപ്പോൾ സം എന്ന് പറയുമ്പോൾ ഇത് രണ്ടിന്റെയും സമ്മ് ചെയ്യുക. ഇനി എററിന്റെ കേസിൽ സം എടുക്കേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നൊരു ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ദ എറർ ഇൻ ദ മെഷർമെന്റ് ഡെൽറ്റ സെറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ആയിരിക്കും അതിൽ വരാവുന്ന മാക്സിമം പോസിബിൾ എറർ എന്ന് പറയുന്നത്. അപ്പോൾ ആ മെത്തേഡ് പ്രകാരം നമ്മൾ എറർ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ സമ്മിൽ വരുമ്പോൾ നമുക്ക് എന്താ വരാം? എൽ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? 20 പ്ലസ് 15 എന്ന് എടുക്കാം. Then plus or minus 0.5 plus 0.2 എന്ന് കിട്ടും. അപ്പോൾ that is equal to 35 plus or minus 0.7 centimeter എന്ന് കിട്ടും. ഇതാണ് സം. Then any difference.
ഡിഫറൻസിന്റെ കേസിൽ വരുന്ന സമയത്ത് ഇപ്പൊ z is equal a minus b എന്നാണ് ഡിഫറൻസ് എടുക്കേണ്ടത്. ഇപ്പൊ z is equal to a minus b എന്ന ഡിഫറൻസ് വരുമ്പോൾ the error in the measurement delta z maximum possible error എന്ന് പറയുന്നത് ആ സമയത്ത് എന്ത് തന്നെയാണ് ഡെൽറ്റ a പ്ലസ് ഡെൽറ്റ b തന്നെയാണ്. അവിടെ ഡിഫറൻസ് എടുക്കുമ്പോൾ എറർ എന്ത് ചെയ്യാറില്ല, ഡെൽറ്റ a മൈനസ് ഡെൽറ്റ b എന്ന് എടുക്കാൻ പാടില്ല. അപ്പോൾ ഡിഫറൻസ് എന്ന് വരുമ്പോൾ 20 മൈനസ് 15 ആ ഡിഫറൻസ് അങ്ങനെ തന്നെ എടുക്കുക. എററിൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ a പ്ലസ് ഡെൽറ്റ b തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, 20 മൈനസ് 15 പ്ലസ് ഓർ മൈനസ് 0.5 പ്ലസ് 0.2. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് 0.7 സെന്റിമീറ്റർ. ദിസ് ഈസ് ദ ഡിഫറൻസ്. അപ്പോൾ ഇതാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. രണ്ട് മെഷർമെന്റ്സ് തന്നിട്ടുണ്ട്, അതിന്റെ സമ്മും ഡിഫറൻസും കാണാം. അപ്പോൾ സമ്മ് കാണേണ്ടത് ഇങ്ങനെയാണ്, ഡിഫറൻസ് കാണേണ്ടത് ഇതേപോലെയാണ്. ഇതേപോലെയുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണിത്. ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ PV is equal to Fx. The dimensional correctness of the equation PV is equal to Fx. Here the P represent the pressure, V volume, F force and X displacement. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഡയമെൻഷൻ ഓഫ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഡയമെൻഷൻ ഓഫ് LHS. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പ്രഷർ the dimension of the pressure am L raised to -1 and the T raised to -2. Then the dimension of volume, that is equal to L cube. So here m L square T raised to -2. This is the dimension of left hand side. Then the dimension of right hand side, dimension of RHS, that is equal to the dimension of F into the dimension of X. The dimension of force am L T raised to -2. Then the dimension of displacement F. So this is equal to the m L square T raised to -2. Here also the dimension of LHS is equal to the dimension of RHS. The dimension of LHS is equal to the dimension of RHS. So the given equation is correct. Okay, the last question. The weak nuclear force is stronger than the gravitational force. State whether this statement is true or false. Weak nuclear force is stronger than the gravitational force. State whether this statement is true or false. അപ്പോൾ നമുക്ക് ആ ഫോഴ്സിന്റെ ഓർഡർ ആണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദ സ്ട്രെങ്ത് ആണെങ്കിൽ നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, weak nuclear force, then electromagnetic force and strong nuclear force. So the ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. So this statement is correct.